ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർമ്മിപ്പിച്ച ഇറാൻ ഫുട്ബോൾ ടീമിന്റെ നീക്കം ചർച്ചയാകുന്നു. 168 എന്ന നമ്പർ വസ്ത്രത്തിൽ പിൻ ചെയ്താണ് ടീം ലോകകപ്പിനായി മെക്സിക്കോയിലേക്ക് എത്തിയത്. ഇതോടെ കളിക്കളത്തിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവന്നതിനാൽ ഫിഫ വിലക്കിന് സാധ്യതയുണ്ട്. വിവരങ്ങളുമായി മനീഷ് ഐഷ മാത്യു ആണ് ചേരുന്നത്. മനീഷ്, കളിക്കളത്തിൽ നമ്മൾ ഇത്തരം ഐക്യദാർഢ്യങ്ങളും പ്രതിരോധവും ഒക്കെ കാണുന്നതും ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമാണ്. പ്രത്യേകിച്ച് ഫുട്ബോളിൽ അത്തരം രാഷ്ട്രീയം കൂടി ഉയർത്തിപ്പിടിക്കുന്ന പല സാഹചര്യങ്ങളുമുണ്ട്. നിലവിൽ ഫിഫ വിലക്കിനുള്ള ഒരു സാധ്യതയുണ്ടോ? എന്താണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്? ശ്യാമിലി, കഴിഞ്ഞ ദിവസം മെക്സിക്കോയിലേക്ക്, അതായത് അമേരിക്കയിലാണ് 3 മത്സരങ്ങളെങ്കിലും ഇറാൻ അവരുടെ ബേസ് ക്യാമ്പായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് മെക്സിക്കോയാണ്. അവിടേക്ക് വരുമ്പോഴാണ് വിമാനത്തിൽ നിന്ന് ഇറങ്ങിയിരുന്ന ഇറാൻ താരങ്ങളുടെ ഷട്ടിൽ ഇത്തരത്തിൽ 163 എന്നൊരു സംഖ്യ ഉണ്ടായിരുന്നത്. നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് വിലക്കിലേക്കൊന്നും പോകാനുള്ള സാധ്യത നിലവിലില്ല. കാരണം അത് ഗ്രൗണ്ടിന് പുറത്തുള്ള സംഭവമാണ്. പക്ഷേ ഫിഫയെ സംബന്ധിച്ചിടത്തോളം അവരൊരു കാരണവശാലും ഈ ഗ്രൗണ്ടിനകത്ത് കളിക്കളത്തിൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്ക് അനുകൂലമായ ഒന്നും തന്നെ ചെയ്യാറില്ല. ശക്തമായ നടപടി ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട്. അത് നാസി സല്യൂട്ട് ആണെങ്കിലും അതിനോടൊപ്പം തന്നെ പലതരത്തിലേക്കുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ കളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴൊക്കെ തന്നെ ശക്തമായ നടപടി എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഖത്തർ ലോകകപ്പിൽ പോലും അങ്ങനെ ഇംഗ്ലണ്ട് ടീമിനെതിരെ നടപടിയൊക്കെ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കളിക്കളത്തിലേക്ക് ഇത് കൊണ്ടുവന്നാൽ ശക്തമായ നടപടി ഒരുപക്ഷെ വിഭാഗ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കും. അതേസമയം ഈ കളത്തിന് പുറത്ത് നിലവിൽ ഇപ്പോൾ ഇറാൻ ഇതിപ്പോൾ 2ാം തവണയാണ് ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രതിഷേധം എന്ന നിലയിൽ കാര്യങ്ങൾ നടത്തുന്നത്. നേരത്തെ ഫ്രണ്ട്ലി മാച്ചിൽ അവർ സ്കൂൾ ബാഗുമായി വന്നും ഇത്തരത്തിൽ ഒരു പ്രതിഷേധം അവരുടെ ഭാഗത്ത് രേഖപ്പെടുത്തിയിരുന്നു. എന്തായാലും ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം തുടങ്ങുന്ന ആ സമയത്തെ ആദ്യ ആക്രമണത്തിൽ അതൊരു പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്കാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ബോംബ് വർഷിക്കുകയുണ്ടായത്. അവിടെ മരിച്ച കുട്ടികളുടെ എണ്ണമാണ് ഈ 163 എന്ന് പറയുന്നത്. ആ 163 എന്നുള്ള സംഖ്യയാണ് നിലവിൽ ഇപ്പോൾ ഇറാൻ അവരുടെ ഈ ജേഴ്സിയുടെ ഭാഗമായി ഈ വസ്ത്രത്തിൻ്റെ ഇതിൽ പതിപ്പിച്ചിരുന്നത്. ഇനിയും കളിക്കളത്തിൽ എന്തെങ്കിലും തരത്തിലേക്കുള്ള ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളോ അവരുടെ ഭാഗത്തുണ്ടാകുമോ എന്നുള്ളതാണ് എന്തായാലും കായിക ലോകം ഉറ്റുനോക്കുന്നത്. ശരി, മനീഷ് ഐഷ മാത്യു ആണ് വിവരങ്ങൾ നൽകിയത്.